നമസ്കാരം, എൻ്റെ പേര് സോണി. ബൊട്ടിക് ടിപ്സിൻ്റെ 45ാമത്തെ പാട്ടാണിത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ സീക്വൻസ് ഉള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനിൽ എങ്ങനെ ആ ഡിവൈസിൽ എങ്ങനെ സീക്വൻസ് ലോഡ് ചെയ്യാം, എങ്ങനെ ഓൾ ഓവർ ഡിസൈൻ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ 500/1200 ആണ്. ഫെയിൽ മെഷീൻ്റെ ഫ്രെയിമാണ്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാലോ വലിപ്പം തോറും വരുന്നുണ്ടെന്ന്. ഈ ഒരു ഫ്രെയിം ഏരിയയിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു ഡിസൈൻ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് വളരെ ഈസി ആയിട്ട് ഈ സ്ക്രൂസ് നമുക്ക് ടൈറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. വലിയൊരു ഡിസൈൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഫ്രെയിമിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഫ്രെയിംസ് സെറ്റ് ചെയ്യാനായിട്ട് സ്ക്രൂസ് ഉണ്ട്. കറക്റ്റ് ഈ സ്ലോട്ടിൽ നമ്മൾ ഈ മെഷീൻ ആ ഫ്രെയിം കറക്റ്റ് ഈ സ്ലോട്ടിൽ വെച്ചിട്ട് നമ്മൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രെയിം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ നമുക്ക് ലേഡീസിനായാലും ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് എല്ലാ സ്ക്രൂസും നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫിറ്റിങ് നമുക്ക് തീർക്കാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇത്ര സമയം നമ്മുടെ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ലെങ്ത് കണ്ടോ, ഇതിലാണ് നമ്മൾ ഈ ഒരു ലെങ്ത് ഏരിയയിലാണ് നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്ന ഏരിയ. ഇതിൽ നമുക്കിപ്പോൾ ക്ലോത്ത് ഈ ഫ്രെയിമിൽ ഇതിന് ശേഷം ഫിക്സ് ചെയ്താൽ മതി. ക്ലോത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിം നമുക്ക് നീക്കാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പൊസിഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൻ്റെ നമുക്കിപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്നത് ഈ ഡിസൈൻ, ഇപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു ഡിസൈൻ ഞാൻ ഇതിനകത്ത് ഇൻപുട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ സെൻറ്റർ പൊസിഷനിൽ ഈ ഡിസൈന് സെൻറ്റർ പൊസിഷനിലാണ് ഉള്ളത്. ഇതിന് നമുക്ക് വശങ്ങളിലേക്ക് ആ ഡിസൈൻ നമുക്ക് വശങ്ങളിലേക്ക് നീക്കാനുള്ള ആ കമ്പനി തരുന്ന ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇതിൻ്റെ സെൻറ്റർ പൊസിഷൻ നമുക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പൊസിഷൻ സെൻറ്റർ അല്ല. ഇതിപ്പോൾ ഞാനൊരു സൈഡിലേക്ക് മാറ്റി. ഇനി ഇതിനെ നമുക്ക് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ എക്സസ് ആയി, ബോർഡർ എക്സസ് ആയാലും നമുക്ക് അവിടെ റെഡ് മാർക്ക് വരും. ഇനി നമുക്ക് തിരിച്ച് ഈ സൈഡിലേക്ക് ഞാനിപ്പോൾ ഫ്രെയിം ഇങ്ങോട്ടേക്ക് നീക്കണമെങ്കിൽ നമുക്ക് ആക്കാം. അതുപോലെ തന്നെ സെൻറ്റർ ചെയ്യണമെങ്കിൽ സെൻറ്റർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈൻ സെൻറ്ററിൽ വരും. ഇതുപോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് ഈ മെഷീനകത്ത് ഡിസൈൻ സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടും. അതിന് വിശദമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ മെഷീൻ കൊടുക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഫ്രെയിംസ്, ഇപ്പം നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഈ ഒരു മെഷീൻ്റെ ഏറ്റവും വലിയ ഫ്രെയിമാണ്. നമുക്കത് കൂടാതെ തന്നെ പല ടൈപ്പ് ഫ്രെയിംസ് വരുന്നുണ്ട്. അതെല്ലാം 2 സെറ്റ് വെച്ച് വരും ഫ്രെയിംസ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കൊടുത്തിരുന്ന ഫ്രെയിം. ഇത് ക്യാപ്പിൻ്റെ ഫ്രെയിമാണ് താഴെ ഉണ്ടായത്. ഇത് മറ്റ് ഫ്രെയിംസ് ആണ്. ഇപ്പോൾ ലോഗോസ് ചെയ്യണമെങ്കിൽ ചെറിയ ഫ്രെയിം ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെയുള്ള ആ ഫ്രെയിമുകൾ ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത ബോക്സിലുള്ള ഫ്രെയിംസ് ആണിത്. ഇതിൻ്റെ എല്ലാം 2 സെറ്റ് കാണും. അതുപോലെ തന്നെ ഇതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഹൂപ്പുകൾ അനുസരിച്ചിട്ടുള്ള എല്ലാം നമുക്ക് 2 സെറ്റ് വെച്ച് നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ഉദ്ദേശിക്കുന്ന 500/1200 വലിയ ഫ്രെയിം. നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഒരു സീക്കൻ്റെ ഓൾ ഓവർ ഡിസൈനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ മെഷീൻ ഡുവൽ സീക്കനാണ്. അപ്പം അതിൻ്റെ സീക്വൻസിൻ്റെ CDs ആണിത്. നമുക്ക് ഇതിനകത്ത് പല വെറൈറ്റി പല കളേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇത് മെറ്റീരിയൽ നമ്മൾ ഇതുപോലുള്ള ആക്സറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 2 സീക്കൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് 2 സീക്കൻ ഇതിനകത്ത് പ്ലേസ് ചെയ്യാണ്. ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഒരു 3mm 5mm അങ്ങനത്തെ 2 കളറാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് 3mm 5mm CD നമ്മൾ ഇതിനകത്ത് ഇട്ടാൽ അതിനകത്തുനിന്ന് സീക്കൻ നമുക്ക് ഇതുപോലെ ആ ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതുപോലെ അതിനുള്ള ഒരു സ്ലോട്ടുകളുണ്ട് കറക്റ്റായിട്ട്. നമ്മളിപ്പോൾ മെഷീൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ സീക്വൻസ് ഇൻസേർട്ട് ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള എല്ലാവിധ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് സീക്വൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. ഇതെങ്ങനെയാണ് സീക്വൻ വരുന്നത് 1 by 1 ആയിട്ട്. നമുക്ക് അതുപോലെ തന്നെ
അതിന്റെ ലെങ്ത് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് സെറ്റ് ചെയ്ത്. ഇപ്പൊ നമുക്കിപ്പോ ഞാൻ ഈ കാണിച്ചത് ഇപ്പൊ നമുക്ക് സീക്കന്റെ ഡിവൈസ് നമുക്ക് ഡൗൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പൊ നമുക്ക് സീക്കൻ ഡൗൺ ആവും. ഡിസൈനിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗണും അപ്പും ഓട്ടോമാറ്റിക് വരും. ഇപ്പൊ ഞാൻ ഇതിപ്പോ ഡൗൺ ചെയ്തു. അതുപോലെ തന്നെ സീക്കൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് നമുക്ക് ഇതിന്റെ ഡിവൈസ് വരും. നമുക്ക് താഴോട്ട് പോകുമ്പോഴാണ് ഡിവൈസ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സീക്കൻ ഔട്ട് ആവുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ സീക്വൻസ് നമുക്കിപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്ന സീക്വൻസ് AB എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ സീക്കൻ A നമ്മളിപ്പോൾ ഔട്ട് ആക്കുകയാണ്. സീക്കൻ വന്നു. അത് നമുക്ക് അവിടെ ട്രിം ചെയ്തെടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു സ്ലോട്ടിൽ ഇപ്പൊ എയിൽ കിടക്കുന്ന ഇത് അടുത്ത ഞാൻ ബിയിൽ ഏതാന്നുള്ളത് കാണിച്ചു തരാം. ബിയിലുള്ളത് ഇതുപോലെയുള്ള സീക്കൻ. അപ്പൊ രണ്ട് വ്യത്യസ്ത ടൈപ്പ് സീക്കനാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഡിസൈനകത്ത് വരണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് പഞ്ച് ചെയ്ത് വരും. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ വേണം. അത് നമ്മൾ അതിനെക്കുറിച്ചും അതിനുള്ള ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾ ഓവർ ആയിട്ട്. ഇത് മിക്സഡ് കോംബോ ആയിട്ടുള്ള സീക്കൻ വരും. അതുപോലെ തന്നെ ഫ്ലാറ്റ് എംബ്രോയിഡറി വരും. ഈ ഒരു ഡിസൈനിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന നമ്മൾ വെക്കുന്ന തുണിയിൽ നമുക്ക് കാണാം. തുണി ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലുള്ള ക്ലിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ തുണി വെച്ചതിന് ശേഷം നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫ്രെയിമിൽ നമുക്ക് തുണി ക്ലിപ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. നമുക്കത് എങ്ങനെ ഫ്രെയിമിൽ എങ്ങനെ തുണി ഫിക്സ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സീക്വൻസ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ത്രെഡുകളും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നൈലോൺ ത്രെഡ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്, നൈലോൺ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കോഡിങ്ങിന്റെ ഡിവൈസിന് വേണ്ടി വെച്ചിരിക്കുന്ന ഇതാണ്. അതുപോലെ ഈ ഒരു വർക്കിന് വേണ്ടി നമ്മൾ ബ്ലാക്ക് കളർ ത്രെഡാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ബ്ലാക്ക് കളർ ത്രെഡ് ഞാൻ യൂസ് ചെയ്യുന്നു. അത് സീക്വൻസിന്റെ നമുക്ക് നീഡിൽ ഏതാണോ അതിലേക്ക് ഈ ബ്ലാക്ക് കളർ ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കളറിൽ തന്നെ സെയിം കളറിൽ സീക്വൻ വരാവുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനിത് ഫ്രെയിമിലേക്ക് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇതെങ്ങനെ വെക്കാം. ഈ തുണി ഇതുപോലെ വിരിച്ച് നമുക്ക് അതിനകത്ത് ക്ലിപ്സ് ഉണ്ട്. ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്ലിപ്പുകൾ കറക്റ്റായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാം. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ ഈവൻ ലേഡീസിനായാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ക്ലിപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എത്രത്തോളം ഡിസൈനിന്റെ ക്ലോത്ത് ടൈറ്റ് ആവുന്നു അത്രത്തോളം നമുക്ക് നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ മെഷീനിൽ എംബ്രോയിഡറി നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ടൈറ്റ് ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഈ ഫ്രെയിമിന്റെ മേക്ക് അങ്ങനെയാണ്. അതുപോലെ തന്നെ അതിന് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്ലിപ്പും അതുപോലെ ടൈറ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സാധാരണ സിംഗിൾ നീഡിൽ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആ ഫ്രെയിമൊക്കെ ടൈറ്റ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതല്ല, മൾട്ടി നീഡിൽ മെഷീൻസിൽ പ്രത്യേകിച്ച് വേൾഡിന്റെ ബ്രാൻഡിലൊക്കെ ഉള്ള മെഷീൻസിന്റെ ക്വാളിറ്റി ഫ്രെയിംസ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്ലോത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും. അപ്പോൾ ഫിനിഷിംഗ് ഉണ്ടാവും. നമുക്ക് വർക്ക് കഴിഞ്ഞാലും തുണി നമ്മൾ പുറത്തെടുത്താലും ആ സ്റ്റിച്ചിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ നിൽക്കും. ചുളിച്ചിലൊന്നും ഉണ്ടാവില്ല. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് ക്ലിപ്പെല്ലാം നമ്മൾ വെച്ചു, ടൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല ടൈറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ടൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. നമുക്കൊരു വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ തുണിക്കൊരു വലിച്ചിലില്ല. ഇപ്പം നോക്കിയാൽ നല്ല ടെമ്പറിലാണ് ഈ ക്ലോത്ത് നിൽക്കുന്നത്. അത് ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് ഇനി സീക്വൻസ് എങ്ങനെ നമുക്ക് ആ ഒരു ഡിസൈൻ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അലൈൻമെന്റ് നമ്മൾ എങ്ങനെയാണോ ആ ഒരു അലൈൻമെന്റ് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് നമ്മൾ മാർക്കിങ് അതുപോലെ തന്നെ മെഷീൻ്റെ കമ്പ്യൂട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ വർക്കൊന്നുമില്ല. പിന്നെ നമ്മൾ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ അതിനകത്ത് ചെയ്യുന്നത്. ഇപ്പം ഡിസൈൻ ഇതിനകത്ത് നമ്മൾ നേരത്തെ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കളറ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഓൾറെഡി സീക്വൻ ആയതുകൊണ്ട് നമ്മൾ സീക്വൻസിൻ്റെ ഡിവൈസ് നമ്മൾ കൊടുക്കുന്ന നമ്പർ നമ്മൾ കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ നമ്മൾ എത്ര ഏരിയയിലുണ്ട് ആ ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്ത മെഷീൻ്റെ കമാൻഡ് റെഡിയായി. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്ത് സീക്വൻസിൻ്റെ ഡിവൈസ് ഓട്ടോമാറ്റിക് താഴ്ന്നു കാണാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതാണ്.
ഇത് ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഒരു ഓൾ ഓവർ ആണ്, നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്യുന്ന ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസൈൻ പ്ലസ് അതുപോലെ തന്നെ സീക്വൻസ് ഇൻപുട്ട് നമ്മൾ ഏതാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വരും. ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈനിങ് ആണ്. നമുക്കിപ്പോൾ ഇത് മെഷീനിൽ നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, സീക്വൻസ് നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്, നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അഡീഷണൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന രീതിയിൽ സീക്വൻസ് ഫിക്സ് ചെയ്യും. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഡിസൈനിങ് പാർട്ടാണ്. അപ്പൊ നമുക്ക് സോഫ്റ്റ്വെയർ നോളജ് വേണം. നമുക്ക് അതിനെക്കുറിച്ചുള്ള സോഫ്റ്റ്വെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈവൻ സീക്വൻസ്, ബീഡ്സ്, കോഡിങ് എല്ലാം ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഈ ഒരു ഡിസൈൻ ഇപ്പോൾ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഈ ഒരു അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന ഡിസൈൻ ഉള്ളൂ ഇത്. കാരണം ഇതിനകത്ത് അധികം സ്റ്റിച്ചസ് വരുന്നില്ല. പിന്നെ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, സോഫ്റ്റ്വെയർ പാർട്ടാണ് ഇതിന്റെ മെയിൻ. നമ്മൾ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത്. അതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റോപ്പ് ഡിസൈൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ആയിട്ട് കറക്റ്റ് വരും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓൾ ഓവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഹാഫ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ജോയിന്റ് ചെയ്ത് പോകാവുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഒരു പാർട്ട് ഇവിടെ, ഈ ഒരു പാർട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തു പോകാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലെങ്ത് അനുസരിച്ചാണ് ഓൾ ഓവർ ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നെക്ക് പോർഷന് വേണമെങ്കിൽ അത് മാത്രമായിട്ട് ചെയ്യാം, വേണമെങ്കിൽ യോക്ക് പീസ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ ഒരു ജോയിന്റ് കണ്ടത് ഇപ്പോൾ ഇത് ഈ റൗണ്ട് ഇതിൽ ജോയിന്റ് ആയിട്ട് പോകും. കറക്റ്റായിട്ട് നമ്മൾ അലൈൻമെന്റ് ചെയ്താൽ നമുക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയറിലും ഈ മെഷീനിലും നമുക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓൾ ഔട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് പെട്ടെന്ന് തീരുന്ന ഒരു ഡിസൈനാണ്. അതാണ് ഈ ഓൾ ഓവറിന്റെ ബെനിഫിറ്റ്. ഓൾ ഓവർ നമുക്ക് പല കോമ്പിനേഷൻ, ഇതിപ്പോ ഡുവൽ ഡിവൈസ് ആണെങ്കിൽ കൂടെ ഞാനൊരു സിംഗിൾ കളർ സീക്വൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എത്ര വേഗത്തിലാണ് ഇതിപ്പോ ശരിക്കും യഥാർത്ഥ സ്പീഡിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് അത് സീക്വൻ ഫിക്സ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ചുളിച്ചിലോ ഒരു പ്രശ്നമോ ഇല്ല ഈ ക്ലോത്തിൽ. അതിൽ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഡിസൈൻ ഫിനിഷായി. ഞാൻ ഓൾ ഓവർ പോലെ ഫുള്ളായിട്ടൊന്നും ചെയ്തില്ല, ഞാൻ ഒരു സാമ്പിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് ഇനി അടുത്തത് ക്ലോത്തിന് അലൈൻമെന്റ് ചെയ്താൽ മതി. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.